മാക്ബിക് ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതും നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ വെച്ച് നമ്മുടെ പ്രൊജക്റ്റിനെ കമ്മിറ്റ് ചെയ്യുന്നതും പുഷ് ചെയ്യുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ജാങ്കോ പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. പ്രൊജക്റ്റ് നമ്മുടെ ഈ ഒരു ബ്രാഞ്ചിലേക്ക്, ഈ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററിയിലെ അപ്ഡേറ്റ് ബ്രാഞ്ച് എന്ന ബ്രാഞ്ചിലേക്ക് നമ്മൾ ആ ഒരു ബ്രാഞ്ചിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോഡിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോക്കലിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി അതിനെ കമ്മിറ്റ് ചെയ്ത് നമ്മുടെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് ചെക്ക് ഔട്ട് ചെയ്ത് അവിടെ നിന്നാണ് പുഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചസ് നമുക്ക് കൂടെ നോക്കിയാൽ കാണാം. മെയിൻ ഉണ്ട്, മാസ്റ്റർ ഉണ്ട്, അപ്ഡേറ്റ് ബ്രാഞ്ച് ഉണ്ട്. മാസ്റ്റർ മെയിൻ അതിൻ്റെ ഡിഫോൾട്ട് ബ്രാഞ്ചാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചാണ് അപ്ഡേറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അപ്ഡേറ്റ് ബ്രാഞ്ച് തുറക്കുന്ന സമയത്ത് അതിലൂടെ കാണാം ദിസ് ബ്രാഞ്ച് ഈസ് ടു കമ്മിറ്റ് അഹെഡ് ഓഫ് മെയിൻ. അപ്പോൾ മെയിൻ ബ്രാഞ്ചിൽ ഉള്ളതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, 2 കമ്മിറ്റുകൾ, മെയിൻ ബ്രാഞ്ച് ക്രിയേറ്റ് ഇല്ലാത്ത 2 കമ്മിറ്റുകൾ നമ്മൾ ഈ അപ്ഡേറ്റ് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ കോഡ് പറയുന്നത്, ഈ ഒരു മെസ്സേജ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെയിൻ ബ്രാഞ്ചിലാണ് ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ അപ്ഡേറ്റ് ബ്രാഞ്ചിനകത്ത് നമ്മൾ പ്രൊജക്റ്റ് വർക്കിംഗ് ആണ്, എല്ലാം ഓക്കെയാണ്, ഒരു ഇഷ്യൂവും വരുന്നില്ല, ജനറേറ്റ് ആവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റ് ബ്രാഞ്ച് നോക്കണം, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, ആ ബ്രാഞ്ചിനെ നമ്മുടെ മെയിൻ ബ്രാഞ്ചായിട്ട് മെർജ് ചെയ്യണം. ഓക്കെ, മെർജ് ചെയ്യാം, രണ്ടും കൂടെ മെയിനിലേക്ക്, ഈ കോഡിനെ നമ്മൾ മെയിനിലേക്ക് എടുത്തു വയ്ക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് ബാഷ് വഴി ചെയ്യാം, ടെർമിനൽ വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ ക്രിയേറ്റ് എ പുൾ റിക്വസ്റ്റ്, ഇവിടെ കാണിക്കുന്നുണ്ട് കമ്പയറിങ് ചേഞ്ചസ്. അതായത് മെയിനിലുള്ള കോഡും അപ്ഡേറ്റ് ബ്രാഞ്ചിലുള്ള കോഡും കൂടെ കമ്പയർ ചെയ്തിട്ട് മെയിൻ എന്ന ബ്രാഞ്ചിലേക്ക് ഈ അപ്ഡേറ്റ് ബ്രാഞ്ചിലെ കോഡിനെ മെർജ് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ. ഓക്കെ, അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കോറാണ്, അതിൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഡും കാര്യങ്ങളുമാണ് അതിനകത്ത് ഉണ്ടാവുക. അതിനകത്ത് നിലവിൽ ഒരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ നമ്മൾ ആ മെയിൻ എന്ന ബ്രാഞ്ചിൽ നിന്നുകൊണ്ട് നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, അപ്ഡേറ്റ് ബ്രാഞ്ച്. അതിനകത്ത് നമ്മൾ ചെയ്ത ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ അതിനെ അപ്ഡേറ്റ് ബ്രാഞ്ചിനകത്ത് ഉള്ള കാര്യങ്ങളെ ഞാൻ ഇനി മെയിനിലേക്ക് മെർജ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഏബിൾ ടു മെർജ്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വരിക. ഓക്കെ, ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, ഇതാ ചേഞ്ചാണ് ഇത്, ആ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും, വേണമെങ്കിൽ ഇത് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ദിസ് ബ്രാഞ്ച് ഹാസ് നോ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ബേസ് ബ്രാഞ്ച്. ഇപ്പോൾ ബേസ് ബ്രാഞ്ചാണ് മെയിൻ, അതിലേക്ക് നമ്മളുടെ ഈ ഒരു ബ്രാഞ്ചിനെ മെർജ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മെർജ് പുൾ റിക്വസ്റ്റ്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഓക്കെ കൺഫേം മെർജ്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ കൺഫേം മെർജ് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് അപ്ഡേറ്റ് ബ്രാഞ്ചിൻ്റെ എല്ലാം മെർജ് ആയിട്ടുണ്ടാവും. ഓക്കെ, മെർജ്ഡ്. ഇപ്പോൾ നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ അപ്ഡേറ്റ് ബ്രാഞ്ചിൽ ചെയ്ത ചേഞ്ചസും ഉണ്ടാവും, അതേപോലെ മെയിൻ ബ്രാഞ്ചിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അപ്ഡേറ്റ് ബ്രാഞ്ചിൽ എന്തൊക്കെ ചെയ്തോ ആ കാര്യങ്ങളെല്ലാം ഈ മെയിൻ ബ്രാഞ്ചിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വീണ്ടും ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ അടുത്തൊരു ഡെവലപ്പറോട് പറയുകയാണ് വേറെ എന്തെങ്കിലും കാര്യമാണ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേറൊരു കാര്യമാണ് ഇതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വേറൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾ കോഡെല്ലാം എഴുതി അതെല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്, ഈ കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം ആ ബ്രാഞ്ചിനെ ഇതിലേക്ക് പുഷ് ചെയ്ത് ഇവിടെ വന്നിട്ട് മെയിൻ ബ്രാഞ്ചുമായിട്ട് മെർജ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നു, എത്ര ഡെവലപ്പേഴ്സിനകത്ത് വർക്ക് ചെയ്യുന്നോ അതനുസരിച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനകത്ത് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റുകളാണ്. ഈ മെർജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാണിക്കും യു ഹാവ് സെവറൽ കോൺഫ്ലിക്ട്സ്
മെർജ് ചെയ്യാൻ പറ്റില്ല, ഈ കോൺഫ്ലിക്റ്റുകൾ ഫിക്സ് ചെയ്തിട്ടേ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് ചിലപ്പോൾ ഗിറ്റ് പറഞ്ഞേക്കും. അപ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ്, എങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റുകൾ വരാം, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന അതാണ്. ഓക്കെ, അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ എന്താ നോക്കുന്നതിന് മുന്നേ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുകയെന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്റ്റിന് മിഡിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ സീനിയർ ആവശ്യപ്പെടാം ഈ ഒരു പ്രൊജക്റ്റ് എടുത്തിട്ട് ഈ പ്രൊജക്റ്റിനകത്തുനിന്ന് ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾ പുതിയൊരു ബ്രാഞ്ചിലേക്ക് പുഷ് ചെയ്തോ, ഞാൻ നോക്കിയിട്ട് മെർജ് ചെയ്തോളാം, ആ രീതിയിലാണ് പറയാം. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ നമ്മൾ ഈ പ്രൊജക്റ്റിനകത്ത് ആക്സസ് ഒക്കെ കിട്ടി, നമുക്ക് മെയിൽ ഇൻവിറ്റേഷൻ കിട്ടിയതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഈ പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ലോക്കലിലേക്ക് എടുക്കാം, അതിന് വേണ്ടിയിട്ട് ഈ കോഡ്, ഈ റെപ്പോസിറ്ററി തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, കോഡിന് കാണാം, അതിൽ HTTP കോപ്പി ചെയ്താൽ മതി. HTTPയുടെ ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റ്, ഓക്കെ, ഒരു പുതിയൊരു ഫോൾഡർ ഞാൻ ഇവിടെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ 2 ഫോൾഡറുകൾ, ഒന്ന് ഗെയിംസ് എന്ന് പറഞ്ഞ ഫോൾഡർ, ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഗിറ്റിലേക്ക് പുഷ് ചെയ്ത കോഡ് ഇതിനകത്താണ് ഉള്ളത്. ഇനി ഞാൻ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ഒരു ഫോൾഡർ തുറന്നു, അതിൽ നിന്ന് ഈ കോഡ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടെർമിനൽ തുറന്നാൽ മതി, ഗിറ്റിൻ്റെ ഇത് വേണമെന്നില്ല. ടെർമിനൽ തുറന്നു, എന്നിട്ട് ഗിറ്റ് ക്ലോൺ, ഈ ലിങ്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക, ക്ലോണിങ് ഇൻ ടു ഫസ്റ്റ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഡാറ്റ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്, കണ്ടോ, ഫസ്റ്റ് പ്രൊജക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാ ബ്രാഞ്ച്, ഏതാ സാധനങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LS അടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് പ്രൊജക്റ്റ് കാണാം, അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യുക, CD ഫസ്റ്റ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്തിയിട്ടുണ്ട്. LS അടിച്ച് നോക്കിയപ്പോൾ അത്രയും ഫോൾഡേഴ്സ് കാണുന്നുണ്ട്. ഇനി ഇത് ഏത് ബ്രാഞ്ചിലാണുള്ളത്, നമ്മുടെ അപ്ഡേറ്റ് ബ്രാഞ്ചാണോ മെയിൻ ആണോ, കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഗിറ്റ് ബ്രാഞ്ച്, ഓക്കെ, അത് മെയിൻ ബ്രാഞ്ചിലാണുള്ളത്. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം, ഗിറ്റ് സ്റ്റാറ്റസ്, ഓക്കെ, നത്തിങ് ടു കമ്മിറ്റ്, വർക്കിംഗ് ട്രീ ഈസ് ക്ലീൻ, ഓൺ ബ്രാഞ്ച് മെയിനകത്താണ്. അപ്പോൾ എനിക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നുകൊണ്ടാണ് പുതിയൊരു എനിക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടത്, അങ്ങോട്ട് എനിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഞാനൊരു ചെക്കൗട്ട് ചെയ്യാനുള്ള പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഗിറ്റ് ചെക്കൗട്ട് -b ന്യൂ ബ്രാഞ്ച് നെയിം, ഇങ്ങനെയാണ് പുതിയൊരു ബ്രാഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഗിറ്റിനകത്തേക്ക്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇനി മൂവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനുള്ളത് മെയിൻ ബ്രാഞ്ചിലാണ്, എനിക്ക് പക്ഷേ ഇനി മൂവ് ചെയ്യേണ്ടത് എൻ്റെ എക്സിസ്റ്റിംഗ് ബ്രാഞ്ചിലാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ മെയിനിലേക്കൊക്കെ മെർജ് ചെയ്തു, പക്ഷേ എനിക്ക് എപ്പോഴും മെർജ് ചെയ്തിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടാകുന്നത് അപ്ഡേറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാഞ്ചിനകത്ത് ഉണ്ടാവുക. അപ്പോൾ എനിക്കിനി അങ്ങോട്ട് ചെക്കൗട്ട് ചെയ്യണം. ഈ ഒരു വിൻഡോയിൽ ചെക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ബ്രാഞ്ച് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ലോക്കൽ നമ്മുടെ ടെർമിനലിൽ നടക്കില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ചെക്കൗട്ട് -b വേണ്ട, -b എന്ന് പറഞ്ഞാൽ പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്ഡേറ്റ് ബ്രാഞ്ച് ഇത് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ സ്വിച്ച്ഡ് ടു എ ന്യൂ ബ്രാഞ്ച്, അപ്ഡേറ്റ് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ഇനി ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം, അല്ലെങ്കിൽ ഗിറ്റ് ബ്രാഞ്ച് നോക്കാം. ഗിറ്റ് ബ്രാഞ്ച്, ഇപ്പോൾ ഞാനുള്ളത് അപ്ഡേറ്റ് ബ്രാഞ്ചിലാണ്. സ്റ്റാറ്റസ് നോക്കാം. സോറി, ഓക്കെ, ഓൺ ബ്രാഞ്ച്, അപ്ഡേറ്റ് ബ്രാഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുന്നത്. ഫോൾഡർ ഇതിനകത്ത് ഇവിടെ വന്നിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് ആഡ് ചെയ്തതൊക്കെ, ഗിറ്റ് നീറ്റും ആഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രോജക്റ്റിനകത്ത് തന്നെ ഈ .git ഫോൾഡറും ഫയലൊക്കെ തനിയെ ജനറേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഗിറ്റിന് ക്ലോൺ ചെയ്തെടുത്താൽ കൊണ്ട് അതെല്ലാം ഓട്ടോ ജനറേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം
ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് 2 യൂസേഴ്സായിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ടെർമിനൽ നമുക്ക് തുറക്കാം. CMD കോഡ് വിഷ്വൽ സ്റ്റുഡിയോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോഡ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സ്റ്റാക്കിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ അല്ല തുറന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഗിറ്റ് ഇനീറ്റൊക്കെ ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ ഞാൻ എൻ്റെ ഫയൽസ് തുറന്നു. ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോവാണ് ഇനി വീണ്ടും. ഓക്കെ, യൂസർ ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ എൻ്റെ കുറച്ച് കോഡ് കിടക്കുന്നത് റാൻഡം കോഡാണ്. ഞാനിപ്പോൾ ഒരു ക്ലാസ് കൂടെ എഴുതാൻ പോകുന്ന കുട്ടി. ഈ ഒരു ക്ലാസ് ഞാനൊരു ക്ലാസ് ഇതിനകത്തൊരു ഫയലിൽ ഞാൻ എഴുതി. ഓക്കെ, ക്ലാസ് നെയിം ഒന്ന് മാറ്റി കൊടുക്കണം. 2 ക്ലാസ്സിന് ഒരേ നെയിം പാടില്ല എന്നുള്ളതുകൊണ്ട് ക്ലാസ് നെയിം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. റീഫ്രഷ് ഇത്രയും കൊടുത്തു, സേവ് ചെയ്തു. ഇനി എൻ്റെ സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുന്ന ടൈമിൽ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏതാണ്? ഓത്ത് യൂസർ ആക്ഷൻ ഓതൻറ്റിക്കേഷൻ ആക്ഷൻസ് .py ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കാണണമെങ്കിൽ ഗിറ്റ് ഡിഫ് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഇത്രയും ലൈൻസ് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ലൈൻസ് എക്സ്ട്രാ ആഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് പുഷ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലോക്കൽ ജസ്റ്റ് സേവ് ചെയ്തോളൂ. പുഷ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഗിറ്റ് ആഡ് ആ ഫയൽ നെയിം കൊടുക്കുക, അതല്ലെങ്കിൽ ഡോട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഫയൽ നെയിം കൊടുത്തു. ഗിറ്റ് ആഡ്, പിന്നെ അടുത്തത് ചെയ്യാൻ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. അത് റെഡ് കളറിൽ നിന്ന് ഗ്രീൻ, ആദ്യം റെഡ് കളറായിരുന്നു, അത് അത് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് കമ്മിറ്റ് ചെയ്യണം. ഗിറ്റ് കമ്മിറ്റ് -m ന്യൂ ക്ലാസ് ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുത്തു. കോഡ്സ് വേണം നിർബന്ധമില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് കോഡ്സിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാലും. ന്യൂ ക്ലാസ് ആഡഡ്, എൻ്റർ അടിച്ചു. ഓക്കെ, 1 ഫയൽ ചേഞ്ച്ഡ് 25 ഇൻസ്റ്റൻസസ്, അത് 25 ലൈനോളം ആഡ് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് നോക്കാം. നത്തിങ് ടു കമ്മിറ്റ്, വർക്കിംഗ് ട്രീസ് ക്ലിയർ. ഇനി പുഷ് ചെയ്യാം. ഗിറ്റ് പുഷ് ഒറിജിൻ ഓക്കെ, നമ്മൾ ഏത് ബ്രാഞ്ചിലാണെന്ന് നോക്കാൻ വിട്ടുപോയി. ഓക്കെ, ഓൺ ബ്രാഞ്ച് അപ്ഡേറ്റ് ബ്രാഞ്ചിനകത്ത് തന്നെയുള്ള നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി ബ്രാഞ്ചിലേക്ക് തന്നെ പുഷ് ചെയ്യാം. ഗിറ്റ് പുഷ് ഒറിജിൻ അപ്ഡേറ്റ് ബ്രാഞ്ച്. അപ്പോൾ എന്തായിട്ടുണ്ട്? സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഒരു കോഡ് പുഷായിട്ടുണ്ട്. അതെവിടേക്ക് പുഷായിട്ടുണ്ടാവും? വെബിനകത്തേക്ക്, ഈ ബ്രാഞ്ചിനകത്ത് ഈ സാധനം പുഷായിട്ടുണ്ടാവും. റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ, ദിസ് ബ്രാഞ്ച് ഈസ് 1 കമ്മിറ്റ് അഹെഡ്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം, പുൾ റിക്വസ്റ്റ് കൊടുത്ത് മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ പുഷ് ചെയ്യുന്നില്ല, മെർജ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ അങ്ങനെ വിടുന്നുണ്ട്. മെർജിങ് കുറച്ച് കണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രാഞ്ചിൽ നിന്നാണ്, അതായത് ഈ ഒരു ഫോൾഡർ ഇപ്പോൾ ഇത് 2 യൂസേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു യൂസർ 1 ചെയ്ത കോഡ് കമ്മിറ്റാണ്. അയാൾ ചെയ്തത് ഈ ഫോൾഡറിനകത്തു നിന്നാണ്. ഈ യൂസർ കോഡ് എക്സ്ട്രാ ഒരു ക്ലാസ് ആഡ് ചെയ്തിട്ട് അവിടെ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത്.
പക്ഷേ ഇത് രണ്ടാമത്തെ യൂസറാണെന്ന് കരുതാം. നമ്മൾ കുറച്ച് മുന്നേ ക്ലോൺ ചെയ്തെടുത്താണ്. ഇതിനകത്ത് ഇപ്പോൾ അയാളവിടെ വരുത്തിയ ചേഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ടാകുമോ? ഇല്ല, വന്നിട്ടുണ്ടാവില്ല. കാരണം ഇത് നമ്മൾ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള കോപ്പിയാണ്. അപ്പോൾ ആ കോഡ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം, ഇത് ബ്രാഞ്ചിലാണ് നിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാറ്റസ് ഓൺ ബ്രാഞ്ച് അപ്ഡേറ്റ് ബ്രാഞ്ചിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിത് പുഷ് ചെയ്ത് ഏത് ബ്രാഞ്ചിലേക്കാണ്? സെയിം ബ്രാഞ്ചിലേക്കാണ് നമ്മൾ പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പുൾ ചെയ്തെടുക്കണം. ഈ ബ്രാഞ്ചിൽ നിന്നുകൊണ്ട് ഗിറ്റ് പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ചേഞ്ചസ് നമുക്ക് ഇവിടെ കിട്ടും. കണ്ടോ? ഓത്ത് യൂസർ ആക്ഷൻ്റെ അകത്ത് ഒതൻറ്റിക്കേഷൻ ആക്ഷൻ ഡോട്ട് പി വൈ പൈത്തൺ ഫയലിനകത്ത് 25 എക്സ്ട്രാ ലൈൻസും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വേറൊരു യൂസർ, ഇപ്പോൾ 2 യൂസേഴ്സായിട്ട് കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫസ്റ്റ് ഒരു യൂസറാണ്. അയാൾ ഈ കോഡെല്ലാം എഴുതിയിട്ട് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ് ഈ കോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അയാൾ എഴുതിയ കോഡും കൂടെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ലേറ്റസ്റ്റ് കോഡും കൂടെ എനിക്ക് കിട്ടണമെന്ന് എന്ത് ചെയ്താൽ മതി? ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് കമാൻഡർ പ്രോംപ്റ്റ് തുറന്നിട്ട് അവിടെ ഗിറ്റ് പുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ചിലാണോ നിൽക്കുന്നത് വെബിനകത്ത് അതിന് പുതിയ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ ആ ചേഞ്ചസ് എല്ലാം എൻ്റെ ലോക്കലിലേക്ക് ഇങ്ങോട്ട് എനിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് ഗിറ്റ് പുള്ള്. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് പറയാനുള്ളത്, ഇതിലെവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്, കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത് എന്നുള്ളൊരു കേസ്. ഓക്കെ, എന്നാൽ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാവുന്ന പൈത്തൺ കോഡാണ്. ഇത് കോഡിങ് ആവശ്യമില്ല, ഇത് എല്ലാ പ്രോജക്റ്റിലും നമുക്ക് കോൺഫ്ലിക്റ്റുകൾ വരാം. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നത് ഒരു പൈത്തൺ പ്രോജക്റ്റിൽ കോൺഫ്ലിക്റ്റുകൾ വരുത്തിയിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾ പൈത്തൺ അറിയാത്തവരാണെങ്കിലും മേ ബി എല്ലാ പ്രോജക്റ്റിലും ഇതുപോലെ തന്നെയാണ് കോൺഫ്ലിക്റ്റുകൾ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് 2 യൂസേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് ഗെയിംസാണ് ഞാനിവിടെ തുറന്നു വെച്ചിട്ടുള്ള ഫസ്റ്റ് യൂസർ. രണ്ടാമത്തെ ഒരു യൂസറാണ് ഈ ഫസ്റ്റ് പ്രോജക്റ്റ്, നമ്മൾ രണ്ടാമത്തെ എടുത്ത ക്ലോൺ ഉണ്ടല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോൻ്റെ വേറൊരു തുറക്കാൻ പോവാണ്, വേറൊരു വിൻഡോ തുറക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് മെയിനായിട്ട് എപ്പോഴൊക്കെ ജനറേറ്റ് ആവുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. കോൺഫ്ലിക്റ്റ് ജനറേറ്റ് ആവുന്നത് 2 ഡെവലപ്പേഴ്സ് സെയിം ഫയൽ സെയിം ലൈൻസിൽ വർക്ക് ചെയ്തിട്ട് പുഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലോൺ പുൾ ചെയ്തെടുക്കുമ്പോഴൊക്കെ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ വരാം. അതേപോലെ മാനുവലി ഗിറ്റ് ഹബിനകത്ത് പോയിട്ട് കോഡ് എഡിറ്റ് ചെയ്തിട്ട് വേറൊരു യൂസർ ഓൾറെഡി ലോക്കൽ എടുത്ത് വെച്ചിട്ടുള്ള ആൾ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകൾ വരാം. അപ്പോൾ സെയിം ലൈനിൽ അല്ലെങ്കിൽ സെയിം സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് വർക്ക് ചെയ്യുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ജനറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് യൂസർ 1 ആ ഗെയിംസ് എന്ന് പറഞ്ഞ ഇതും ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റും ഇവിടെ മേലെ കാണാം, ഇത് ഗെയിംസും. ഓക്കെ, നമുക്ക് സെയിം ഫയൽ തുറക്കാം. ഇതിനകത്ത് സെറ്റിംഗ്സ് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയൽ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും സെറ്റിംഗ്സ് ഡോട്ട് പി വൈ ഞാൻ തുറക്കാൻ പോവാണ്. ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്, കാണിച്ചു തരുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് പല ലാംഗ്വേജസുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം, പല ഫ്രെയിംവർക്കുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം. ജസ്റ്റ് ഇത് കോഡൊന്നും നോക്കണ്ട, ആ ഒരു സ്ട്രക്ചർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ മിഡിൽ വേസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ, ഈ ഒരു 60ാമത്തെ ലൈൻ മുതൽ 71ാമത്തെ ലൈൻ വരെ ഇപ്പോൾ രണ്ടിലും ഒരേപോലെയാണ് കിടക്കുന്നത് അല്ലേ? 60ാമത്തെ ലൈൻ മുതൽ 71ാമത്തെ ലൈൻ വരെ രണ്ടിലും ഒരേപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ യൂസർ 1 എന്ത് ചെയ്തു? യൂസർ 1 ഇവിടെ കുറേ ലൈൻസ് ആഡ് ചെയ്തു, എക്സ്ട്രാ ലൈനുകൾ യൂസർ 1 ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, കുറേ ലൈനുകൾ യൂസർ 1 ഇവിടെ ആഡ് ചെയ്തു. ജസ്റ്റ് ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി മാത്രം ഞാൻ അതിൽ സ്പെല്ലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എറർ വരും, പക്ഷേ നമുക്ക് ഇതൊരു കാണിക്കാൻ വേണ്ടി മാത്രമാണ്, കോൺഫ്ലിക്റ്റുകൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ യൂസർ 1 ഇവിടെ കുറച്ച് ലൈനുകൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇയാൾ ഈ കോഡിനെ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യാൻ പോവാണ്. നമുക്ക് ചെയ്യാം.
അപ്പോൾ ഈ ഒരു ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഗെയിംസ് എന്ന് പറഞ്ഞ ഫോൾഡറാണ്. ടെർമിനൽ തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെയാണ് നോർമൽ ടെർമിനൽ തുറക്കാറുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് രണ്ടും തുറന്ന് വയ്ക്കാം. ഇതല്ല ടെർമിനൽ, ഈ ടെർമിനൽ. ഓക്കെ, ഈ ടെർമിനലിൽ ഈ ഒരു യൂസറുടെയാണ്, ഗെയിംസ് എന്ന് പറഞ്ഞ യൂസറുടെയാണ്. സ്റ്റാറ്റസ് നോക്കാം നമുക്ക്. ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, settings.pyയിൽ എന്തോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ എന്താണെന്നും നമ്മൾ ഇനി വീണ്ടും എന്താ നോക്കുന്നില്ല. പകരം git add commit -m changes in settings file. ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുത്തു. ഇനി ഗിറ്റ് പുഷ് ചെയ്യാൻ പോവാണ്. പുഷ് ഒറിജിൻ ബ്രാഞ്ചിൻ്റെ പേരാണ് അപ്ഡേറ്റ് ബ്രാഞ്ച് അല്ലേ. ഗിറ്റ് പുഷ് ഒറിജിൻ അപ്ഡേറ്റ് ബ്രാഞ്ച്. ഓക്കെ, അത് പുഷായിട്ടുണ്ട്. അത് പുഷായിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ നമ്മുടെ വെബിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ വന്നിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടു, പുള്ളെടുത്താൽ മാത്രമാണ് അതിവിടെ വരുള്ളൂ, ആ ചേഞ്ചസ് ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇയാൾക്ക് അറിയില്ല ഈ ഒരു ഗെയിംസ്, ഈ ഒരു യൂസർ ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇയാൾക്കും ഇവിടെ തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ഇയാൾ കുറച്ച് കമൻറ്റുകളാണ് ആഡ് ചെയ്യുന്നത്. ഇയാൾ കുറച്ച് കമൻറ്റുകൾ, പൈത്തണിൽ കുറച്ച് കമൻറ്റുകൾ ആഡ് ചെയ്യാണ്. ഇയാൾ കുറച്ച് കമൻറ്റുകൾ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഈ ചേഞ്ചസ് ഗിറ്റ്ഹബ് വെബിനകത്ത് ഓൾറെഡി വന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. വെബിനകത്ത് പോയിട്ട് ഓക്കെ, വെബിനകത്ത് ഏത് ഫയൽ, ഗെയിംസിനകത്ത് സെറ്റിങ്സ് ഫയലാണ് ചേഞ്ച് ചെയ്തത്. സെറ്റിങ്സ് ഫയലിൽ കണ്ടോ, ഇത് അയാൾ വരുത്തിയ ചേഞ്ചസ് ആണ്. അതിവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ചേഞ്ചസ് വരുത്താനുള്ള ആൾ ഇയാളാണ്. ഇയാളുടെ കമൻസ് ഒക്കെ ആഡ് ചെയ്തു, പക്ഷെ ഇയാൾ പുഷ് ചെയ്തിട്ടില്ല. അപ്പം ഇനി അടുത്ത ഇയാൾക്ക് എന്ത് ചെയ്യണം? ഇയാൾക്ക് പുഷ് ചെയ്യണം ഈ സാധനം. കോഡ് തുറന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയി കിടക്കട്ടെ, ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഫസ്റ്റ് പ്രൊജക്റ്റ് ഈ യൂസറാണ്. ഗിറ്റ് സ്റ്റാറ്റസ് ചേഞ്ചസ് വന്നിട്ടുണ്ട്, പുഷ് ചെയ്യാം. ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് -m സാമ്പിൾ കമൻസ് ആഡഡ്. ഓക്കെ, എന്നിട്ട് ഗിറ്റ് പുഷ് ഒറിജിൻ അപ്ഡേറ്റ് ബ്രാഞ്ച്. പുഷ് ചെയ്യണം. ഓക്കെ, പുഷ് ചെയ്യുമ്പോൾ എന്ത് വന്നു? എറർ വന്നു. എന്താണ് എറർ? റിജക്റ്റഡ്, ഫെയിൽ ടു പുഷ് സം റെഫറൻസ്. ഓക്കെ, അപ്പോൾ പുഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് പുഷ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം? അത് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ലോക്കലിനകത്ത് ഈ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ആൾ കോഡ് ചേഞ്ചസ് ചെയ്തിട്ട് അത് പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ടൈമിൽ ഗിറ്റ്ഹബ് ആദ്യം പോയി ചെക്ക് ചെയ്യുക. ഇയാൾ പുഷ് ചെയ്യാൻ നോക്കുന്ന കോഡും ഗിറ്റ്ഹബിൻ്റെ വെബിനകത്തുള്ള കോഡും സെയിം ടു സെയിം ആണോ എന്ന് ആദ്യം വെരിഫൈ ചെയ്യും. സെയിം ടു സെയിം അല്ലെങ്കിൽ ഇവിടെ റിജക്റ്റ് ചെയ്യും. അവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആദ്യം അതാണ്, അവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അതിനെ ഇങ്ങോട്ട് പുള്ള് ചെയ്തെടുക്കണം, എന്നിട്ടാണ് നിങ്ങൾക്കത് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പുള്ള് ചെയ്തെടുക്കാം. ഗിറ്റ് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി കിറ്റ് പുൾ ചെയ്തെടുക്കാൻ പോവാണ്. കിറ്റ് പുൾ. അത് പ്രോപ്പറായിട്ട് പുള്ളായി, കോൺഫ്ലിക്റ്റ് വന്നില്ല. ഒന്നുകൂടെ നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടി തോന്നുന്നു, അതുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഒന്നും വരാതെ. ഇപ്പം ഇതിനകത്ത് ഇയാൾ ആഡ് ചെയ്ത കോഡും വന്നിട്ടുണ്ട്, ആ കമാൻഡുകളും വന്നിട്ടുണ്ട്, കമാൻഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. വേറൊരു ട്രൈയും കൂടെ നോക്കാം നമുക്കൊന്ന്. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് പുൾ ചെയ്തെടുക്കുന്നുണ്ട്, അപ്പോൾ രണ്ടിലും ഒരേപോലെ വരും. കോംപ്ലീറ്റുകളൊന്നും വന്നില്ല, ഇപ്പോൾ രണ്ടിലും ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പുള്ളും. ഇപ്പോൾ ഒരു യൂസർ പുൾ ചെയ്യുന്നു, മറ്റേ പുഷ് ചെയ്യുന്നു, മറ്റേ ആ യൂസർ അവിടെ വന്ന് പുൾ ചെയ്യുന്നു, ഇയാൾ ഇവിടുന്ന് വീണ്ടും പുഷ് ചെയ്യുന്നു, മറ്റേ ആൾ ഇവിടെ പുൾ ചെയ്യുന്നു. അങ്ങനെയാണ്. ഇത് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കമൻറ്റ്സ് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഓൾറെഡി. അതുകൊണ്ടാണ് പുൾ ചെയ്തപ്പോൾ ഇയാൾക്ക് ഇവിടെ കിട്ടിയത്. നമുക്കൊന്നുകൂടെ ഒരു സെയിം ലൈൻ വരുന്ന രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്നാലും വേറൊരു ഫയലിൽ കോൺഫ്ലിക്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടും സെയിം ഫയൽസ് ആണ്. ഈ ലൈൻ ജസ്റ്റ് ഇത്രയും ലൈൻസ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതേപോലെ ഇപ്പോൾ ഇയാൾക്കറിയില്ല, ഇപ്പോൾ ഇയാൾ ഈ സെയിം ലൈൻസിൽ വർക്ക് ചെയ്യേണ്ട കാര്യം ഇയാൾക്കറിയില്ല. അപ്പോൾ ഇയാൾക്കും കുറച്ച് ചേഞ്ചസ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് അയാൾ കുറച്ച് കോഡ് ഞാൻ അവിടെ നിന്ന് റാൻഡംലി കുറച്ച് കോഡ് ഞാൻ കോപ്പി ചെയ്തിടുകയാണ്. കുറച്ച് കോഡ് സെയിം ലൈൻസിലായിട്ട് മറ്റേ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ സെയിം ലൈൻസിലായിട്ട് എററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നോക്കുന്നില്ല ഇപ്പോൾ. കുറച്ച് ലൈൻസ് ഓഫ് കോഡ് സെയിം ഫയലിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി ഈ ഗെയിംസ് എന്ന് പറഞ്ഞ യൂസർ ഒന്ന് പുഷ് ചെയ്യാൻ പോവാണ്. സ്റ്റാറ്റസ് ഓക്കെ, ഇപ്പോൾ കൺസ്യൂമർ ആക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാൽ മതി. കൺസ്യൂമർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫയൽസ് ഇവിടെ കാണുന്നുണ്ട്. മറ്റേത് ഞാൻ വരുത്തിയ ചേഞ്ചസ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതിനകത്താണ് ഇപ്പോൾ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഗെറ്റ് ആഡ് കമ്മിറ്റ് ഫങ്ഷൻസ്, ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുത്തു, പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പുഷ് ചെയ്തു. അപ്പോൾ ഇതറിയാതെ തന്നെ ഈ ഒരു യൂസർ, നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്പർ എന്ത് ചെയ്യാണ്, അവരുടെ സൈഡിൽ നിന്നും കോഡ് പുഷ് ചെയ്യാണ്. Status, sorry, cd first project. അപ്പോൾ ഇപ്പോൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ഈ ഒരു ഫംഗ്ഷനിലാണ്, ഈ ഒരു ഇതിലാണ്.
പുഷ് ചെയ്യണം. ഓക്കെ, അവിടുന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ചേഞ്ച് വെബിനകത്ത് വന്നതുകൊണ്ടാണ് അവിടുന്ന് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം പുൾ എടുക്കണം. പുൾ ഒറിജിൻ ഡേറ്റ് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ പുള്ളെടുത്തപ്പോൾ എന്ത് വന്നു? ഫുള്ളായിട്ടില്ല, പകരം എന്ത് വന്നു? കോൺഫ്ലിക്റ്റ്, മെർജ് കോൺഫ്ലിക്റ്റ് ഇൻ authentication actions.py. അതേപോലെ authentication actions.py യിലാണ് മെർജ് കോൺഫ്ലിക്റ്റ് വന്നത് തോന്നുന്നു. ഞാൻ 2 ഫയൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിലെ ഈ ഫയലിൽ തന്നെ നമ്മൾ കൺസ്യൂമർ ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ യൂസർ ഈ കോഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു മിനിറ്റ്. അപ്പോൾ ഈ യൂസർ ഈ കോഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി അല്ലേ? ഇവിടെയും വരുത്തിയിട്ടുണ്ടായിരുന്നു, താഴെയും വരുത്തിയിട്ടുണ്ടായിരുന്നു. താഴെയും കോൺഫ്ലിക്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യൂസർ ഈ 2 സ്ഥലത്ത് ചേഞ്ച്, ഈ ഒരു സെയിം ഫയലിലെ ഈ ഒരു ഫയലിലെ 2 ഭാഗങ്ങളായിട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യൂസർക്ക് അതറിയാതെ, ഈ ഒരു ഡെവലപ്പർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് അറിയാതെ ഇയാൾ എന്ത് ചെയ്തു? ഇയാളും സെയിം ഫയലിൽ സെയിം ലൈൻസിലായിട്ട് കോഡുകൾ ചേഞ്ച് ചെയ്തു. അപ്പോഴാണ് ഇവിടെ ഇയാൾക്ക് കോൺഫ്ലിക്റ്റ് അടിച്ചത്. പുഷ് ചെയ്യാൻ പറ്റിയില്ല. പുഷ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു വെബിനകത്ത് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, അത് പുൾ ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കത് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മെസ്സേജ് ഇയാൾക്ക് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾ പുള്ളെടുത്തതിന് ശേഷം മാത്രമാണ്, ഈ രണ്ടാമത്തെ ഡെവലപ്പർ പുൾ ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഈ കോഡ്സ് എല്ലാം കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുൾ ചെയ്തെടുക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് അടിച്ചു. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള അതേ ലൈൻസിൽ മറ്റേ ഡെവലപ്പറും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഏതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ ഇതിൽ വരുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഡ് വൃത്തിയാക്കിയിട്ട് കോൺഫ്ലിക്റ്റ് എല്ലാം തീർത്ത് നമ്മൾ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഇഷ്യൂസ് എല്ലാം പോയിട്ട് നമുക്ക് പുഷ് ചെയ്യാനുള്ള പാകത്തിലായി കിട്ടും. ഓക്കെ, ഇപ്പോൾ 2 സ്ഥലത്താണ് കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ളത്, ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് താഴെ. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉപയോഗിക്കണം, എങ്ങനെ റിസോൾവ് ചെയ്യണം എന്നുള്ളത്. അതായത് ഇതിലിപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണുന്നത് ഈ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ചെയ്യുന്ന ഡെവലപ്പർ വരുത്തിയ ചേഞ്ചസ് ആണ് ഹെഡിൽ കാണുന്നത്. ഈ കുറച്ച് ഈക്വൽ ടൂസ് ഉണ്ടോ, അതിന് താഴെ ഈ ആരോ വരെ, അതായത് ഈ ഒരു ഏരിയയിൽ കാണുന്നത് ഈ ഗെയിംസിൽ നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ചെയ്തിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡെവലപ്പർ 1 ചെയ്തത്, ഇത് ഡെവലപ്പർ 2 ചെയ്തെന്ന് കരുതിക്കോ. അപ്പോൾ നമ്മൾ ഹാഷസ് എല്ലാം ഇട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്, ഫസ്റ്റ് പ്രൊജക്റ്റിനകത്ത് തന്നെയാണ്. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കാനുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് ഇതാണ് നിങ്ങൾ ചെയ്ത ചേഞ്ചസ് ഇതാണ്. അപ്പുറത്തുനിന്ന് വന്ന ചേഞ്ചസ് ആണ് ഇൻകമ്മിങ്. ഉണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻകമ്മിങ് ചേഞ്ചസ്. ഈ ലൈൻ നിങ്ങൾക്ക് നോക്കിയാൽ ഇൻകമ്മിങ് ചേഞ്ചസ്. അപ്പുറത്തെ ഫയലിൽ നിന്ന് വന്ന ചേഞ്ചസ് ഇതാണ്. നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ലൈൻസ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ ലൈൻ അങ്ങോട്ട് ഒഴിവാക്കുക, ബാക്ക് സ്പേസ്, നോർമൽ സാധാ ലൈനുകളാണത്. ഈ ലൈൻ ഒഴിവാക്കുക, ഈ ലൈൻസ് ഒഴിവാക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് ഈ സ്പേസ്, ആവശ്യമില്ലാത്ത സ്പേസസ് എല്ലാം എടുത്ത് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 യൂസേഴ്സ്, അതായത് ഇയാൾ ചെയ്ത കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇൻകമ്മിങ് ചേഞ്ചസ് ആണ്. ഈ സാധനങ്ങളൊക്കെ ഇൻകമ്മിങ് ചേഞ്ചസ് ആണ്. അതേപോലെ ഈ ഹാഷ് ഇട്ടത് ആരാ? ഹാഷ് ഇട്ടത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്പറാണ്. ഇത് രണ്ടും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി അതല്ല, ഇൻകമ്മിങ് ചേഞ്ചസ് മാത്രം മതി, ഞാനിപ്പോൾ ചെയ്ത് വേണ്ട, ഇതിനൊക്കെ നന്നായിട്ട് ഇൻകമ്മിങ് ചേഞ്ചസിൽ കോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ഇൻകമ്മിങ് ചേഞ്ചസ് മാത്രം മതിയെങ്കിൽ ഇത് മാത്രം ഒഴിവാക്കുക, ഈക്വൽ ടു ഒഴിവാക്കുക, അതേപോലെ ഈ സാധനം ഒഴിവാക്കുക. ഓക്കെ, ഇനി എൻ്റെ കോഡ് മാത്രം മതിയെങ്കിൽ ഇനി അത് പറയാനില്ലല്ലോ. ഇത്രയും ഒഴിവാക്കുക, ഇതും ഒഴിവാക്കുക, ഈ കമൻസ് ആഷസ് മാത്രം അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഞാനിനി
രണ്ടും എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് ചേഞ്ചസ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ താഴേക്ക് വന്ന താഴെയും കോൺഫ്ലിക്റ്റുകളുണ്ട്. 88ാമത്തെ ലൈൻ മുതൽ ഇവിടെയാണ് കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതാണ് ഞാൻ ചെയ്ത ചേഞ്ചസ്. ഇൻകമിങ് ചേഞ്ചസ് ഇവിടെ ഉണ്ട്, ഇത്രയാണ് ഇൻകമിങ് ചേഞ്ചസ്. ഈ ഒരു ലൈൻസ് സെയിം ലൈനിലുള്ള ഇഷ്യൂ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇൻകമിങ് ചേഞ്ചസ് ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത്രയും കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഹെഡിലുള്ളത് കംപ്ലീറ്റ് ഒഴിവാക്കിയ ഇൻകമിങ് ചേഞ്ചസ് വന്ന ചേഞ്ചസ് നമ്മൾ എടുത്തു. ഇപ്പോൾ രണ്ടും ഒരേപോലെ ആയില്ലേ. ഇനി അതല്ല, ഞാൻ ചെയ്ത ചേഞ്ചസ് ആണ് എനിക്ക് വേണമെങ്കിൽ ഇൻകമിങ് ചേഞ്ചസിൻ്റെ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഈക്വൽ ടു വരെയുള്ളത് ബാക്ക് സ്പേസ് അടിച്ച് കളയുക, ഹെഡും ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ചേഞ്ചസ് ആണ് അതിനകത്തുള്ളത്, ഇൻകമിങ് ചേഞ്ചസ് ഇല്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൈൻ ഒഴിവാക്കുക, ഇത് ഒഴിവാക്കുക, ഇതും ഒഴിവാക്കുക. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യേണ്ടത് ഒരിക്കലും ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടതല്ല. നിങ്ങളുടെ കോഡ് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ കോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം. ആ കോഡ് അതിൽ വെച്ചുകൊണ്ടും മറ്റുള്ള ഒരാളുടെ കോഡിനെ ബാധിക്കാത്ത തരത്തിലും മാനുവലി ഈ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഞാൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കിയാലോ. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അത് ഇനി നമ്മുടെ കോൺഫ്ലിക്റ്റ് എല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് കമ്മിറ്റ് ചെയ്യണം. ഗിറ്റ് ആഡ് കൊടുത്തു, കമ്മിറ്റിനകത്തൊരു മെസ്സേജ് കോൺഫ്ലിക്റ്റ് റിസോൾവ് പുഷ് ചെയ്യാം. ഓക്കെ, പുഷ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ കോഡ് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. അതിനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത ചേഞ്ചസും ഉണ്ട്, ഇവിടുന്ന് വന്ന ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇയാൾ ചേഞ്ചസ് പുഷ് ചെയ്തു, പക്ഷേ ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഇയാൾ സെയിം ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഇനി ഇയാൾ എന്ത് ചെയ്യണം, അവിടെ ഇപ്പുറത്തുനിന്ന് പുള്ളെടുക്കണം. ഓക്കെ, അയാൾ പുള്ളെടുത്തു. ഈ രണ്ട് ചേഞ്ചസ് നോക്കണ്ട, അത് ഞാൻ വേറൊരു ഫയലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട, ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്ത് കൺസ്യൂമർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ നമ്മൾ ഇതിനകത്ത് റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിത് മെർജ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇത് മാത്രമല്ല, ഞാൻ വീഡിയോ ഇടയ്ക്ക് പോസ് ചെയ്തിട്ട് ഞാൻ കോൺഫ്ലിക്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ചുകൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മെർജ് ചെയ്യാൻ പോകുന്നത് അപ്ഡേറ്റ് ബ്രാഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് മെർജ് ചെയ്യാൻ പോകുന്നത്, മെയിനിലേക്കാണ്, ഏബിൾ ടു മെർജ് ആണ്. അപ്പോൾ ഈ നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഫയലിൽ ചേഞ്ച് വരുത്തി, എന്തൊക്കെ ചേഞ്ച് വരുത്തി, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സെറ്റിങ്സിൽ വരുത്തിയ ചേഞ്ചുകൾ, നേരെ സെറ്റിങ്സിൽ വരുത്തിയ ചേഞ്ചസ് ഇവിടെ കാണാം. പിന്നെ ഈ ഫയലിനകത്ത് വരുത്തിയ ചേഞ്ചസ് ഇവിടെ ഉണ്ട്. ഫയലിൻ്റെ നെയിം എവിടെയാണ്, കൺസ്യൂമർ actions.py വരുത്തിയ ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഓതൻറ്റിക്കേഷൻ ആക്ഷൻസിനകത്ത് വരുത്തിയ ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ വരുത്തിയ ചേഞ്ചസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു വ്യൂ പുൾ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം
മെർജബിൾ റിക്വസ്റ്റ് കൺഫേം മെർജ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മെയിനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത്. പിന്നെ പറയാനുള്ളത് ഒരു കമാൻഡ് ഞാൻ പറയാൻ വിട്ടുപോയത് സ്റ്റാഷ് ആണ്. ഗിറ്റ് സ്റ്റാഷ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കമാൻഡാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ടെർമിനൽ എടുത്തു, CLS, അതായത് സ്റ്റാറ്റസ് നോക്കാം. പിന്നെ അതൊന്നും ചേഞ്ച് ചെയ്യാനില്ല അല്ലേ. ഇപ്പം ഞാൻ ഇതിനകത്ത് കുറേ കോഡുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന കരുതുക. ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. പുഷ് ചെയ്ത കോഡുകളൊന്നും കറക്റ്റ് അല്ല, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. പിന്നെ ജസ്റ്റ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത്ര കുറേ ചേഞ്ചസ് ഞാൻ വരുത്തി, പല ഫയൽസിലായിട്ട് ഞാൻ ചേഞ്ച് വരുത്തി. പല ഫയലുകളിലായിട്ട് ഞാൻ ചേഞ്ചസ് ഒക്കെ വരുത്തിയെന്നായിരുന്നു. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കിയാലോ. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടേക്ക് ചേഞ്ച്, ഒരു ഫയലിൽ തന്നെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചേഞ്ചസ് വരാം. ഇനി ഇൻ കേസ് എനിക്ക് ഈ ചേഞ്ചസ് ഒന്നും വരണ്ട, ഇതെല്ലാം എനിക്കൊന്ന് റീസെറ്റ് ചെയ്യണം, എനിക്ക് ഞാൻ എങ്ങനെയാണ് ക്ലോൺ ചെയ്തെടുത്ത് എനിക്ക് അതേപോലെ മതി, ഞാൻ അറിയാതെ ചെയ്ത ചേഞ്ചസ് ആണെന്ന ടൈമിൽ നമ്മൾ ഗിറ്റ് സ്റ്റാഷ് ചെയ്യാൻ പറ്റും. ഒരു കമാൻഡാണ് ഗിറ്റ് സ്റ്റാഷ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പുഷ് ചെയ്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ലാസ്റ്റ് എടുത്ത പുള്ള എങ്ങനെയാണോ ഉള്ളത്, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് കോഡും മാറും. ഈ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, നത്തിങ് ടു കമ്മിറ്റ്, വർക്കിംഗ് ട്രീസ് ക്ലീൻ. നമ്മൾ ഈ ചേഞ്ചസ് എല്ലാം ഇവിടുന്ന് പോയിട്ട് ഏറ്റവും ബേസിക് ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ഇവിടെ വെച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.